ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ ക്രോമസോം, ജീൻ, DNA, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഫങ്ഷൻസ്, അതുപോലെ തന്നെ ജീൻ എഡിറ്റിംഗ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. ഓക്കെ, SRY ജീൻ്റെ ഇമ്പോർട്ടൻസ്, നോർമൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിലുള്ള നമ്പർ ഓഫ് ക്രോമസോംസ്, ഇനി അതിലെന്തെങ്കിലും ഇറഗുലാരിറ്റി വരുന്ന സമയത്ത് ഉണ്ടാകുന്ന കണ്ടീഷൻ, ഇതെല്ലാം നമ്മൾ കണ്ടു പഠിച്ചു. ഓക്കെ അല്ലേ? ഓക്കെ, ഈ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജീന് തൊട്ടിട്ടാണ്. എന്ത് തൊട്ടിട്ടാണ്? ജീന് തൊട്ടിട്ടാണ്. ഓക്കെ, നോക്കിയാലോ. ജീനിനെ പറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച DNA ന്യൂക്ലിയോടൈഡ് പഠിച്ചിട്ടില്ലേ? ഓക്കെ, അതായത് DNA ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓർഡറും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അല്ലേ? ഓക്കെ, ഈ പറയുന്ന ന്യൂക്ലിയോടൈഡ്, ഓക്കെ, അതായത് ഡിയോക്സി റൈബോസും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും നൈട്രജൻ ബേസും ചേർന്നുണ്ടായിട്ടുള്ള ഈ ന്യൂക്ലിയോടൈഡ് ഒരു സ്പെസിഫിക് സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് ജീൻ എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? ന്യൂക്ലിയോടൈഡുകളെ സ്പെസിഫിക് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് ജീൻ എന്ന് പറയുന്നത്. ഈ ജീനുകളാണ് പലതരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ നമ്മുടെ ബോഡിയിൽ കൺട്രോൾ ചെയ്യുന്നത്. അത് നമ്മുടെ സൊമാറ്റിക് ക്രോമസോമും സെക്സ് ക്രോമസോമും പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബോഡിയിൽ എന്തെല്ലാം തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഇത് റിലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ജീനിൻ്റെ ആക്ടിവിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. ഓക്കെ അല്ലേ? ഇനി ഈ ജീൻ എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നമ്മൾ പ്രോട്ടീൻ പ്രൊഡക്ഷൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയും അതിൻ്റെ പ്രക്രിയയെ പറ്റിയും ഏതൊക്കെ ഘട്ടങ്ങളാണ് നടക്കുന്നതെന്നും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ജീനുകളുടെ ആവശ്യാനുസരണം നിർമ്മിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ചില പ്രോട്ടീൻസ് നമ്മളെ ബോഡിയിലുണ്ട്. ഈ പ്രോട്ടീൻസ് ആണ് നമ്മളെ ബോഡിയിലെ പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ്, അതുപോലെ തന്നെ മെറ്റബോളിക് ആക്ടിവിറ്റീസ്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മുടെ മൊത്തം ലൈഫ് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നതിൽ പ്രോട്ടീൻസിന് വലിയൊരു റോളുണ്ട്. ഈ പ്രോട്ടീൻസ് നിർമ്മിക്കപ്പെടുന്നത്, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ആര് കാരണമാണ്? ജീൻസ് കാരണമാണ്. സോ ജീൻസ് പഠിച്ചു, ജീൻസിൻ്റെ ആക്ടിവിറ്റി വഴി പ്രോട്ടീൻസ് പഠിച്ചു. ഈ പ്രോട്ടീൻസ് ആണ് നമ്മുടെ ബോഡിയിലെ പലതരത്തിലുള്ള ലൈഫ് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നതെന്നും പഠിച്ചു. ക്ലിയർ അല്ലേ? നമ്മൾ ജീനിനെ പറ്റി പഠിക്കുന്ന സമയത്ത് അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത് പ്രോട്ടീൻ പ്രൊഡക്ഷനിലൂടെയാണെന്ന് പഠിച്ചു അല്ലേ? ജീൻസ് അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം നടത്തുന്നത് പ്രോട്ടീൻ പ്രൊഡക്ഷനിലൂടെയാണ്. പ്രോട്ടീനാണ് അവർക്ക് വേണ്ടി അതെല്ലാം ചെയ്തു കൊടുക്കുന്നത് നമ്മൾ പഠിച്ചു. ഓക്കെ, ജീനാണ് അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നതെന്ന് പഠിച്ചു. ഓക്കെ, ഈ ജീൻ നമ്മൾ DNA കാണുന്നു പഠിച്ചില്ലേ? ഓക്കെ, DNA പഠിക്കുമ്പം DNA പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട വേറൊരു ന്യൂക്ലിക് ആസിഡാണ് റൈബോ ന്യൂക്ലിക് ആസിഡ്. RNAക്കും പ്രോട്ടീൻ പ്രൊഡക്ഷനിൽ റോൾ ഉണ്ട്. നമുക്ക് എങ്ങനെയാണെന്ന് പഠിച്ചാലോ? ഓക്കെ, എന്താണ് RNA? RNA എന്ന് പറയുന്നത് റൈബോ ന്യൂക്ലിക് ആസിഡാണ്. DNA ആയിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാം. DNA കമ്പയർ ചെയ്യുന്ന സമയത്ത് RNAക്ക് ഒരു സ്ട്രാൻഡ് മാത്രമേ ഉള്ളൂ, സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. മോസ്റ്റ്ലി RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. ഇനി എന്താണ് ഇവിടെ ഷുഗറിൻ്റെ പ്രത്യേകത? അതൊരു റൈബോ ഷുഗറാണ്. DNAയിൽ അത് ഡിയോക്സി റൈബോ ഷുഗർ ആയിരുന്നു. ഇനി നൈട്രജൻ ബേസ് RNAക്കും ഉണ്ട്. ഇവിടെയുള്ള നൈട്രജൻ ബേസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ സൈറ്റോസിനാണ്. ഇവിടെ എന്തില്ല? തൈമിൻ ഇവിടെ ഇല്ല. തൈമിൻ ആബ്സെൻ്റ് ആണ്. പകരം ആരാണുള്ളത്? യുറാസിനാണുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ പെയറിംഗ് ഒക്കെ എങ്ങനെയായിരിക്കും ആ സമയത്ത് പഠിക്കാം. ഓക്കെ, സോ നമ്മൾ RNA കണ്ടു. RNAക്കും പ്രോട്ടീൻ പ്രൊഡക്ഷനിൽ റോൾ ഉണ്ടെന്ന് പഠിച്ചു. RNA ഉണ്ടാക്കിയിരിക്കുന്നതും ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണെന്ന് പഠിച്ചു. ഈ ന്യൂക്ലിയോടൈഡിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് റൈബോ ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ നൈട്രജൻ ബേസ് ആണെന്ന് പഠിച്ചു. ഓക്കെ അല്ലേ? പെയറിങ്ങിൻ്റെ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. അഡിനിൻ ഇവിടെ തൈമിൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അഡിനിൻ യുറാസിലായിട്ടാണ് പെയർ ചെയ്യുന്നത്. ഗ്വാനിൻ ആരുമായിട്ടാണ് പെയർ ചെയ്യുന്നത്? സൈറ്റോസിനുമായിട്ടാണ് പെയർ ചെയ്യുന്നത്. ഓക്കെ, അതവിടെ മനസ്സിലോർത്ത് വെക്കണേ. നമ്മൾ RNA DNA കമ്പയർ ചെയ്തു, ജീന് പഠിച്ചു. ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ നമ്മൾ കോമൺ ആയി പഠിച്ചൊരു കാര്യം എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ആണ് അല്ലേ? നമ്മൾ ആദ്യം ജീൻ പഠിച്ചപ്പോൾ പഠിച്ചു പ്രോട്ടീൻ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഈ പ്രോട്ടീൻ പ്രൊഡക്ഷനാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ പലതരത്തിലുള്ള ലൈഫ് ആക്ടിവിറ്റീസ്, ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പഠിച്ചു അല്ലേ? മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇനി നമുക്ക് ഈ പ്രോട്ടീൻ സിന്തസിസ് എങ്ങനെയാണെന്ന് പഠിച്ചാലോ? ആരൊക്കെയാണ് ഈ പ്രോട്ടീൻ സിന്തസിസിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്, എന്തൊക്കെയാണ് പ്രോട്ടീൻ സിന്തസിസിൻ്റെ സ്റ്റേജസ് എന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചാലോ? ഓക്കെ, നോക്കാം. നമുക്ക് ആദ്യം ബേസ് ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, ജീനുകളുടെ ആക്ടിവിറ്റീസ് ആണ് ഈ പ്രോട്ടീൻ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതെന്നും ഈ പ്രോട്ടീൻ പ്രൊഡക്ഷനാണ് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള സ്വഭാവ സവിശേഷതകളൊക്കെ, നമ്മുടെ പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ശാരീരിക പ്രവർത്തനങ്ങൾ, പലതരത്തിലുള്ള ലൈഫ് ആക്ടിവിറ്റീസ് നടക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു അല്ലേ? ഈ പറയുന്ന പ്രോട്ടീൻ സിന്തസിസിൽ ജീൻ കൺട്രോൾ ചെയ്യുന്ന പ്രോട്ടീൻ്റെ പ്രൊഡക്ഷനിൽ RNAയും DNAയും ഇൻവോൾവ് ആയിട്ടുണ്ടെന്നും നമ്മൾ പഠിച്ചു ഇല്ലേ? പ്രോട്ടീൻ സിന്തസിസിൻ്റെ മേജറായിട്ടുള്ള 2 സ്റ്റേജസ് ആണ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ക്രിപ്ഷൻ പറയുന്ന സമയത്ത്
നമ്മുടെ DNA ഓക്കെ, നമ്മുടെ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഈ DNA സ്ട്രക്ചറിൽ ഒരു പർട്ടിക്കുലർ ന്യൂക്ലിയോടൈഡ് സീക്വൻസിൽ നിന്നും എൻസൈംസിൻ്റെ പ്രവർത്തനത്തോടു കൂടി mRNA ഉണ്ടാവുന്നു. ഓക്കെ, മെസ്സഞ്ചർ RNA ഉണ്ടാവുന്നു. ഓക്കെ, അതായത് DNA ഡബിൾ സ്റ്റാൻഡിൽ നിന്നും ഒരു പർട്ടിക്കുലർ ന്യൂക്ലിയോടൈഡിൽ എൻസൈമിൻ്റെ ആക്ടിവിറ്റീസ് വരുന്ന സമയത്ത് ആ പർട്ടിക്കുലർ ന്യൂക്ലിയോടൈഡിൽ നിന്നും എന്തുണ്ടാവുന്നു? മെസ്സഞ്ചർ RNA ഉണ്ടാവുന്നു ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിൽ. ഓക്കെ, അപ്പോൾ ഇനി ട്രാൻസ്ലേഷൻ നോക്കുന്ന സമയത്തോ രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ ശ്രദ്ധിച്ച് കേൾക്കണം. ചിലപ്പോൾ കൺഫ്യൂഷൻ ആയി പോകാൻ സാധ്യതയുണ്ട്, പക്ഷെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. ഓക്കെ, ന്യൂക്ലിയസിൽ ആര് ഫോം ചെയ്തു? mRNA ഫോം ചെയ്തു അല്ലേ, മെസ്സഞ്ചർ RNA ഫോം ചെയ്തു. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. ഇല്ല, DNA ഒരു പർട്ടിക്കുലർ ന്യൂക്ലിയോടൈഡ് സീക്വൻസിൽ എൻസൈമിൻ്റെ ആക്ടിവിറ്റിയോട് കൂടി ആര് ഫോം ചെയ്യുന്നു? mRNA ഫോം ചെയ്യുന്നു, മെസ്സഞ്ചർ RNA ഫോം ചെയ്യുന്നു. ഓക്കെ, ഈ ന്യൂക്ലിയസിൽ മെസ്സഞ്ചർ RNA ഫോം ചെയ്തല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ട്രാൻസ്ലേഷൻ റൈബോസോമുമായി കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, റൈബോസോമുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഈ mRNA റൈബോസോമിൽ പ്രസൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ RNA എന്ന് പറയുന്ന tRNA, ഓക്കെ, ട്രാൻസ്ഫർ RNA എന്ന് പറയുന്ന tRNAക്ക് ഒരു മെസ്സേജ് കൈമാറുന്നു. ഓക്കെ, മെസ്സഞ്ചർ RNA ആണ്, അപ്പോൾ അതെന്ത് ചെയ്യുന്നു? ഒരു കമാൻഡ് കൈമാറുന്നു ഫോർ ദ tRNA. എന്താണ് ആ മെസ്സേജ്? ആ മെസ്സേജ് എന്ന് പറയുന്നത് കുറച്ച് അമിനോ ആസിഡുകളെ, ഓക്കെ, കുറച്ച് പർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് അമിനോ ആസിഡുകളെ ഈ പറയുന്ന റൈബോസോമിലേക്ക് എത്തിക്കുക, ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് കൊടുക്കുന്ന മെസ്സേജ്. ഓക്കെ, സോ mRNA ട്രാൻസ്ഫർ RNAക്ക് മെസ്സേജ് കൈമാറുന്നു, കുറച്ച് പർട്ടിക്കുലർ ആയിട്ടുള്ള അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുക എന്നുള്ളത്. ഓക്കെ, ആ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഈ പർട്ടിക്കുലർ അമിനോ ആസിഡുകൾ റൈബോസോമിലേക്ക് എത്തിയതിന് ശേഷം അവയ്ക്ക് എന്ത് സംഭവിക്കുന്നു? അവയ്ക്ക് റൈബോസോമൽ RNAയുടെ ഹെൽപ്പോടുകൂടി അതിനെ ഒരു പർട്ടിക്കുലർ സീക്വൻസ് ആക്കി മാറ്റുന്നു. ഓക്കെ, അതായത് tRNA റൈബോസോമിലേക്ക് എത്തിച്ച പർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് അമിനോ ആസിഡുകളെ rRNA കോർത്തിണക്കിക്കൊണ്ട് അവയെ ഒരു പർട്ടിക്കുലർ പ്രോട്ടീൻ സീക്വൻസ് ആക്കി മാറ്റുന്നു. ഇതാണ് പ്രോട്ടീൻ സിന്തസിസ്, വളരെ സിമ്പിളായിട്ട്. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, രണ്ട് മെയിൻ സ്റ്റേജസ്. ട്രാൻസ്ക്രിപ്ഷനിൽ mRNA ഉണ്ടാകുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻസൈംസ്. ആ എൻസൈംസ് DNA ന്യൂക്ലിയോടൈഡിൽ നടത്തുന്ന പർട്ടിക്കുലർ ആക്ടിവിറ്റിയിലൂടെ mRNA ഫോം ചെയ്യുന്നു. ഈ മെസ്സഞ്ചർ RNA റൈബോസോമിലെത്തി ട്രാൻസ്ഫർ RNAക്ക് ഈ മെസ്സേജ് കൈമാറുന്നു. മെസ്സേജ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിച്ച് അവയെ rRNAയുടെ ഹെൽപ്പോടുകൂടി പർട്ടിക്കുലർ പ്രോട്ടീൻ സീക്വൻസ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, സോ ട്രാൻസ്ക്രിപ്ഷൻ പഠിച്ചു, ട്രാൻസ്ലേഷൻ പഠിച്ചു, സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഈ താഴെയുള്ള ടേബിൾ ഫിൽ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ മനസ്സിലാവും. റൈബോസോമൽ rRNAയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അമിനോ ആസിഡുകൾക്കിടയിൽ പർട്ടിക്കുലർ ബോണ്ട് ഉണ്ടാക്കി അവയെ ഒരു കണക്ഷൻ സീക്വൻസ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അമിനോ ആസിഡുകളെ കോർത്തിണക്കിക്കൊണ്ട് പർട്ടിക്കുലർ പ്രോട്ടീൻ സീക്വൻസ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, mRNAയുടെ ഹെൽപ്പ് എന്താ നമ്മൾ പഠിച്ചത്? mRNA എന്ന് പറയുന്നത് ഈ പറയുന്ന ട്രാൻസ്ഫർ RNAക്ക് അമിനോ ആസിഡുകളെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് കൈമാറുക എന്നുള്ളതാണ്. ട്രാൻസ്ഫർ RNAയുടെ ഫംഗ്ഷൻ എന്താണ്? ഈ പറയുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത് വലിയൊരു ടോപ്പിക്ക്, അതിൻ്റെ ഔട്ട്ലൈനായിട്ട് മാത്രം പറഞ്ഞു പോകുന്നൊരു കാര്യത്തെ പറ്റിയാണ്. വംശപാരമ്പര്യവും വ്യതിയാനവും, അതായത് ഹെറിഡിറ്ററി ആൻഡ് വേരിയേഷൻ. ഓക്കെ, നമ്മുടെ പാരമ്പര്യം, നമ്മൾ പിന്തുടരുന്ന നമ്മുടെ തലമുറ, അതിലുള്ള നമ്മുടെ ഒരുപാട് സ്വഭാവ ഗുണങ്ങൾ, എന്നാൽ അതിൽ നിന്നും വ്യത്യാസപ്പെട്ടുണ്ടാകുന്ന പുതിയതായിട്ടുള്ള പല കാര്യങ്ങൾ, അതിൽ നിന്നും വ്യത്യാസപ്പെട്ടുണ്ടാകുന്ന വ്യതിയാനങ്ങൾ. ഓക്കെ, ഇത് വലിയൊരു ടോപ്പിക്കാണ്, നമുക്ക് ജസ്റ്റ് ഔട്ട്ലൈനായിട്ട് മാത്രം പറഞ്ഞു പോകാം. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സിംഹമുണ്ട്, പൂച്ചയുണ്ട്, പട്ടിക്കുട്ടിലുണ്ട്, ഇനിയിപ്പോൾ അവിടെ വേണം പുലിയായാലും വേറെ ഏത് ജീവിനായാലും അതിൽ ചേർക്കാം. എല്ലാത്തിലും വ്യത്യാസമുണ്ട് അല്ലേ? ആരെങ്കിലും ഒരുപോലെ കാണുന്നുണ്ടോ? നാൽക്കാലികളായിട്ട് കാണുന്നുണ്ടെങ്കിൽ കൂടിയും ഒരേ സ്വഭാവം ഉള്ളതുപോലെയോ അല്ലെങ്കിൽ ഒരേ ശബ്ദം ഉള്ളതുപോലെയോ നിങ്ങളതിൽ കാണുന്നുണ്ടോ? ഇല്ല, വ്യത്യാസമുണ്ടല്ലേ? ഓക്കെ, ഇത് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. മോസ്റ്റ്ലി ക്യാരക്ടേഴ്സ്, അതായത് ഓരോ ഹ്യൂമനും ഉണ്ടാകുന്ന ക്യാരക്ടേഴ്സ് അവരുടെ പാരൻസിൽ നിന്നാണ് അവർക്ക് കിട്ടുന്നത്, അവരുടെ പാരൻസിൽ നിന്നാണ് അവർക്ക് കൈമാറ്റം ചെയ്ത് കിട്ടുന്നത്. ഓരോ ജീവിക്കും ഉണ്ടാകുന്ന സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത് അവരുടെ മാതാപിതാക്കളിൽ നിന്നല്ലേ, അവരുടെ പാരൻസിൽ നിന്നുമാണ് അവർക്ക് കിട്ടുന്നത്. ശരിയല്ലേ? മനുഷ്യന്മാരുടെ കാര്യത്തിലായാലും നമ്മൾക്കുണ്ടാകുന്ന സ്വഭാവ ഗുണങ്ങളൊക്കെയും എവിടെ നിന്നാണ് നമുക്ക് കൈമാറ്റം ചെയ്ത് കിട്ടുന്നത്? നമ്മുടെ പാരൻസിൽ നിന്നാണ്. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. ഇനി ഒരേ മാതാപിതാക്കളായാലും അവരുടെ മക്കൾക്ക് അതേ സ്വഭാവം തന്നെ കിട്ടണമെന്നൊന്നുമില്ല അല്ലേ? ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വരാം, ചിലപ്പോൾ അപ്പാടേ മാറിയെന്ന് വരാം. ശരിയല്ലേ? ഓക്കെ, അങ്ങനെയുള്ള ക്യാരക്ടർ ഡിഫറൻസും അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ശരിയല്ലേ? ഇനി ഒരേപോലെ പാരൻസും കുട്ടികളും തമ്മിൽ സിമിലാരിറ്റീസ്, സാമ്യതകളും ഉണ്ടാകാം, ഡിഫറൻസസ്, വ്യത്യാസവും ഉണ്ടാകാം അല്ലേ? പാരൻസിനെ പോലെ തന്നെ സ്വഭാവമുള്ള മക്കളും ഉണ്ടാകാം, എന്നാൽ പാരൻസിൽ നിന്നും ഒരുപാട് വ്യത്യാസമായിട്ടുള്ള സ്വഭാവമുള്ള മക്കളും ഉണ്ടാകാം. ശരിയല്ലേ? നമുക്കൊന്ന് ഹെറിഡിറ്ററിനും അതുപോലെ തന്നെ വേരിയേഷനും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോയാലോ? യെസ്, ഹെറിഡിറ്ററി അഥവാ പാരമ്പര്യം എന്ന് പറയുന്നത്
മാതാപിതാക്കളുടെ സവിശേഷതകൾ, മാതാപിതാക്കളുടെ ക്യാരക്ടേഴ്സ് എല്ലാം കുട്ടികളിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ കുട്ടികളിലേക്ക് വ്യാപരിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതാണ് നമ്മൾ ഹെറിഡിറ്ററി ആയിട്ട് പറയുന്നത് അല്ലേ. ഇനി മാതാപിതാക്കളുടെ ഗുണങ്ങളല്ല സന്താനങ്ങളിലേക്ക് എത്തുന്നത്, അതിൽ നിന്നും വ്യത്യാസം ഉണ്ടെങ്കിൽ അവയാണ് എന്ത് പറയുന്നത്, വേരിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹെറിഡിറ്ററി കണ്ടു, വേരിയേഷനും കണ്ടു. ഓക്കെ, ഇനി ഈ പറയുന്ന ഹെറിഡിറ്ററി ആയാലും വേരിയേഷൻ ആയാലും അതിനെല്ലാമായിട്ടുള്ള കോമൺ റീസൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനുള്ള കാരണം എന്ന് പറയുന്നത് പാരൻസിൽ നിന്നും കുട്ടികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ജീൻസാണ്. ഓക്കെ, ഈ ജീൻസാണ് ഒരേ ക്യാരക്ടേഴ്സ് തന്നെ എക്സ്പ്രസ് ചെയ്യണോ അതോ അതിൽ നിന്നും വ്യത്യാസമായിട്ട് പുതിയ എന്തെങ്കിലും കാണിക്കണോ എന്നെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഹെറിഡിറ്ററിയും വേരിയേഷനും പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ്. ഓക്കെ, നമ്മൾ ഈ സിമ്പിളായിട്ടുള്ളൊരു ഔട്ട്ലൈൻ പറഞ്ഞു പോകുമ്പം ഒരിക്കലും അതിനെ ഒരു കണ്ണിലൂടെ മാത്രം അല്ലെങ്കിൽ ഒരു പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെ മാത്രം കാണാൻ പാടില്ല. അതൊരു വൈഡായിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, ഇപ്പം പാരൻസിനുള്ള എന്തെങ്കിലും ഒരു ഗുണങ്ങൾ അത് ആ കുട്ടിയിൽ അതുപോലെ തന്നെ കാണുന്നു, അല്ലെങ്കിൽ ഏകദേശം അതിനോട് സാമ്യമായി കാണുന്നുണ്ടെങ്കിൽ ഓക്കെ, അവിടെ ആ ഹെറിഡിറ്ററി കറക്റ്റായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. എന്നാൽ ആ പാരൻറ്റിൽ നിന്നുള്ള ഗുണങ്ങളെക്കാൾ അല്ലെങ്കിൽ അതിൽ നിന്നും വ്യത്യാസമായിട്ട് മറ്റു പല കാര്യങ്ങളും ആ ചൈൽഡിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ വേരിയേഷൻ ഉണ്ടായി എന്നും പറയാം. ഓക്കെ, ഇവിടെ ശരിയേത് തെറ്റേത് എന്നൊന്നുമല്ല പറയുന്നത്, കൈമാറ്റം ചെയ്യപ്പെടുന്ന കാര്യങ്ങളെപ്പറ്റിയും പുതുതായി വന്നു ചേരുന്ന ചില സ്വഭാവ സവിശേഷതകളെ പറ്റിയാണ് പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, നമുക്കിതിനെപ്പറ്റി കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ പാഠത്തിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കുന്നതിനുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് ജെനറ്റിക്സ് അഥവാ ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ചു, ജീൻസ് പഠിച്ചു, ഹെറിഡിറ്ററി പഠിച്ചു, വേരിയേഷൻ പഠിച്ചു. ഓക്കെ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന, ഇതെല്ലാം പ്രതിപാദിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ്, ശാസ്ത്രശാഖയാണ് എന്ത്, ജനിതക ശാസ്ത്രം അഥവാ ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ജെനറ്റിക്സ് പഠിക്കുമ്പം നമ്മൾ ഫാദർ ഓഫ് ജെനറ്റിക്സ് പഠിച്ചിട്ട് തന്നെ തുടങ്ങണം. അതാണ് ഗ്രിഗർ മെൻഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രിഗർ ജോൺ മെൻഡലിനെ പറ്റി പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ബയോളജിയിലും മാത്തമാറ്റിക്സിലും എല്ലാം ഒരുപോലെ സ്കില്ലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പയർചെടിയിലെ പഠനവും അതുമായി ബന്ധപ്പെട്ടിട്ട് ജെനറ്റിക്സിനെ റിലേറ്റ് ചെയ്ത് പഠിക്കാനും വളരെ എളുപ്പമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലോകത്തിന് വേണ്ടി അവതരിപ്പിച്ചിട്ടുണ്ടായത്. 1856 മെൻഡൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ പരീക്ഷണം അദ്ദേഹത്തിൻ്റെ പൂന്തോട്ടത്തിലെ പൈസം സെറ്റൈവം, അതായത് തോട്ടപ്പയർ ചെടികളിൽ നടത്തുന്നത്. ഓക്കെ, അതായത് അദ്ദേഹം പഠനം നടത്താൻ ഉപയോഗിച്ച ചെടി എന്ന് പറയുന്നത് തോട്ടപ്പയർ ചെടിയാണ്. ഓക്കെ, എങ്ങനെയാണ് ഇദ്ദേഹം പഠനം നടത്തിയത്? അദ്ദേഹത്തിൻ്റെ ആ ചെടിയിലെ പൂക്കളുടെ നിറം, അതുപോലെ തന്നെ ആ ചെടിയുടെ വിത്തിൻ്റെ ആകൃതി, ഇങ്ങനെ 7 ക്യാരക്ടേഴ്സ്, ഓക്കെ, ഇങ്ങനെ 7 സ്വഭാവങ്ങൾ എടുത്താണ് അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ടായത്. ഓക്കെ, ഇനി ഈ പഠനം നടത്തുന്ന സമയത്ത് വർഗസങ്കരണ പരീക്ഷണങ്ങൾ ആരംഭിച്ചു. ഓക്കെ, അതായത് ഈ ചെടികളെ തമ്മിൽ ക്രോസ് ചെയ്യാൻ തുടങ്ങി. ഹൈബ്രിഡൈസേഷൻ പോലെ ഒരുപാട് പരീക്ഷണങ്ങൾ ഈ പയർ ചെടിയിൽ, ഈ തോട്ടപ്പയർ ചെടിയിൽ അദ്ദേഹം കണ്ടക്ട് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിന് നമ്മൾ ഇന്ന് പഠിക്കുന്ന ജീനിനെ പറ്റി ആദ്യമായിട്ടൊരു ഐഡിയ കിട്ടുന്നത്. ഓക്കെ, അന്ന് അദ്ദേഹം അതിനെ വിളിച്ചിരുന്നത് ഫാക്ടേഴ്സ് എന്നാണ്. ഓക്കെ, അതായത് ഒരു സ്വഭാവത്തെ കൺട്രോൾ ചെയ്യുന്ന 2 ഘടകങ്ങൾ ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ചെടിക്കിപ്പം ഹൈറ്റ് ഉണ്ട്, ഒരു ചെടിയിലെ പൂവിന് ഒരു പർട്ടിക്കുലർ നിറമുണ്ട്, ഒരു ചെടിയിലൊരു വിത്തിന് പർട്ടിക്കുലർ ആകൃതിയുണ്ട്. ഈ പറയുന്ന ക്യാരക്ടേഴ്സിനെല്ലാം കൺട്രോൾ ചെയ്യാൻ 2 ഫാക്ടേഴ്സ് അവിടെ ഉണ്ടാവുമെന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. അതായത് ഇന്ന് നമ്മൾ പഠിക്കുന്ന ജീൻ എന്ന അർത്ഥത്തിൽ ഹൈറ്റ് ആണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ടാവും, കളർ ആണെങ്കിലും അതിനെ കൺട്രോൾ ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ടാവും. അങ്ങനെ 2 ക്യാരക്ടേഴ്സ് ഉണ്ടാവും എന്ന് അദ്ദേഹം പഠിച്ചു. ഓക്കെ, അന്ന് അതിനെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നു. ഇന്നാണ് അതിനെ കുറച്ചുകൂടെ പോപ്പുലറായി ജീൻ എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാം. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചോ. ഇനി നമ്മൾ ക്രോസിംഗ് എല്ലാം പഠിക്കുമ്പം ഈ പറയുന്ന ഫാക്ടേഴ്സിനെയും അതിൻ്റെ ക്രോസിംഗ് എല്ലാം നമ്മൾ കാണും. ഓക്കെ, എന്നാൽ അദ്ദേഹം നടത്തിയ ഈ പരീക്ഷണങ്ങളും അദ്ദേഹം അവതരിപ്പിച്ച പ്രബന്ധമൊന്നും 1900 കാലഘട്ടങ്ങളിൽ മാത്രമാണ് അംഗീകരിക്കപ്പെടുന്നത്. ഓക്കെ, അതിനു മുമ്പൊന്നും അന്നത്തെ ശാസ്ത്ര സമൂഹം ഇതിനെ ആക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. ഓക്കെ, അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഹ്യൂഗോ ഡിവ്രീസ്, കാൾ കോറൻസ്, എരിക് വോൺ ഷെർമാക്ക്, ഈ പറയുന്ന 3 ശാസ്ത്രജ്ഞരാണ് മെൻഡലിൻ്റെ ഫൈൻഡിങ്സ് എല്ലാം ശരിയാണെന്നും അത് നമ്മുടെ ലോകത്തിൽ പ്രസൻറ്റ് ചെയ്യാമെന്നും അതാണ് എല്ലാത്തിനും ബേസ് എന്നും കണ്ടുപിടിച്ചത്. ഓക്കെ, അങ്ങനെയാണ് ജെനറ്റിക്സ് അഥവാ ജനിതക ശാസ്ത്രം എന്ന് പറയുന്ന ബ്രാഞ്ച് ഇവിടെ ഉടലെടുക്കുന്നത്. മനസ്സിലായോ? ഈ ഫാക്ടേഴ്സിനെ നമ്മൾ ജീൻ എന്ന രീതിയിൽ മെൻഷൻ ചെയ്തല്ലോ. ഓക്കെ, അന്ന് അദ്ദേഹം കണ്ടുപിടിച്ച മെയിൻ ആയിട്ടുള്ള ഒരു ലോയിൽ ഒന്നാണ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ലോ ഓഫ് ഇൻഹെറിറ്റൻസ്, അത് ഓർത്ത് വെച്ചോ, നമുക്ക് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ജീനിനെ പറ്റി പഠിച്ചു. അതിനുശേഷം ജീനിൻ്റെ ഹെൽപ്പോടുകൂടി നടക്കുന്ന പ്രോട്ടീൻ പ്രൊഡക്ഷനെ പറ്റി ഡിസ്കസ് ചെയ്തു. അതിൽ ട്രാൻസ്ക്രിപ്ഷൻ പറഞ്ഞു, ട്രാൻസ്ലേഷൻ പറഞ്ഞു, RNAയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും എവിടെ നടക്കുന്നു എന്ന് പറഞ്ഞു, അത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ കണ്ടത് ഓരോന്നിൻ്റെയും സ്പെസിഫിക് ഫംഗ്ഷനാണ്, mRNA, tRNA, rRNA. അത് പഠിച്ചതിന് ശേഷം നമ്മൾ കണ്ടത്
ഹെറിഡിറ്റി ആൻഡ് വേരിയേഷനാണ്. അപ്പോൾ അത് തമ്മിലുള്ള സാമ്യവും അതുപോലെ തന്നെ അത് തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളെല്ലാം നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചു. പിന്നെ നമ്മൾ കുറച്ച് ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് ഗ്രിഗർ ജൊഹാൻ മെൻഡലിനെ പറ്റിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളെ ഇന്നത്തെ ലോകത്തിന് കൂടുതലായിട്ടും പരിചയപ്പെടുത്തി കൊടുത്ത ആ 3 ശാസ്ത്രജ്ഞന്മാരെ പറ്റി പഠിച്ചു. ഹ്യൂഗോ ഡിവ്രീസ്, കാൾ കോറൻസ്, അതുപോലെ തന്നെ എറിക് വോൺ ടഷ്മോക്ക്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രോസിങ്ങിനെ പറ്റിയായിരിക്കും. ഹൈബ്രിഡൈസേഷൻ വരും. അതുപോലെ തന്നെ ഈ പാഠത്തിൻ്റെ ലാസ്റ്റ് കൺക്ലൂഷൻ ആയിരിക്കും. ലെക്ചേഴ്സും എല്ലാം നമുക്ക് പറയാം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കുക, ഫോളോ അപ്പ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.